എല്ലാവർക്കും എന്നോട് വിശേഷം സുഖമല്ലേ? അപ്പോൾ നമ്മളിവിടെ 1.5 മീറ്റർ കോട്ടൺ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഇതിനെ 4ആയിട്ട് മടക്കണം. എന്നിട്ട് നമ്മുടെ നെക്ക് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് ലെങ്തും 3 ഇഞ്ച് വിഡ്ത്തും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്കൊന്ന് വരച്ച് കൊടുത്തിട്ട് 4 ഇഞ്ച് നമ്മുടെ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്നിട്ടും 3 ഇഞ്ച് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ വണ്ണം ഉണ്ടല്ലോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 6 ഇഞ്ചാട്ടോ ഞാനിവിടെ ചെസ്റ്റ് വണ്ണം എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആം ഹോൾ ഇതേപോലെ ഒന്ന് ചെരിച്ചൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് 11 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് സൈഡിലേക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആം ഹോൾ ഉണ്ടല്ലോ അവിടുന്ന് നമ്മളിപ്പം വേസ്റ്റിൻ്റെ അവിടേക്ക് ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ 9 ഇഞ്ച് താഴ്ത്തി 2 ഇഞ്ച് സൈഡിലേക്കും വരയ്ക്കണം. 9 ഇഞ്ച് ലെങ്തും എന്നിട്ട് അവിടുന്ന് ആ 9 ഇഞ്ചിൻ്റെ അവിടുന്ന് സൈഡിലേക്ക് 2 ഇഞ്ച് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. എന്നിട്ട് അവിടെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി സൈഡിൽ നിന്ന് 1 ഇഞ്ച് ഇങ്ങനെ അകത്തോട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് ചെരിച്ച് വരച്ചും കൂടെ കൊടുക്കുക. ശരിക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ ജംപ് സ്യൂട്ടിൻ്റെ ഒരു മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കട്ടിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ സ്ട്രിപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ സ്ട്രിപ്പിന് വേണ്ടിയിട്ട് 10 ഇഞ്ച് നീളത്തിലും 1 ഇഞ്ച് വീതിയിലും ഇതേപോലെ 4 പീസ് നമുക്ക് മുറിച്ചെടുക്കാം. ഇതിപ്പം 2ആയിട്ട് മടക്കിയിട്ടേക്കുന്ന 2 പീസുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2.5 ഇഞ്ചാണ് ഞാൻ വീതി എടുത്തേക്കുന്നത്. എന്നിട്ട് ആ ബാക്കി വരുന്ന ഒരു അത്രയും ഭാഗം അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ച് കട്ട് ചെയ്ത് കളയാനായിട്ടുണ്ട്. അത് ഞാനത് ചെയ്ത് വരുമ്പോൾ കാണിക്കാം. എന്നിട്ട് ഇതേപോലെ ബാക്കി വരുന്ന ഈ പീസിൽ നിന്നും നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മതി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു എലാസ്റ്റിക് ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് ഇതേപോലെ വെച്ചിട്ട് നമുക്കിത് മുഴുവനൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ സ്ട്രിപ്പ് ഒന്ന് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ 2ആയിട്ട് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കത്തില്ല, ആ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ 2 സൈഡിൽ നിന്നും കറക്റ്റ് നടുക്ക് വശത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് സൈഡ് വഴി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞാൽ നമ്മളുടെ യോക്ക് പീസ് ഇല്ലേ അതിനെ ഇതേപോലെ വെക്കുക. എന്നിട്ട് നമ്മുടെ സ്ട്രിപ്പിനെ ഇപ്പോൾ ഈ നമ്മൾ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് വെച്ചിട്ട് നല്ല സൈഡിലോട്ട് നമ്മൾ വെക്കുന്നത്. എന്നിട്ട് ഇതേപോലെ നമ്മുടെ ക്രോസ് പീസ് വെച്ചിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്കും ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്ക് സൈഡും ചെയ്യാം. ഇതുണ്ടോ ഞാനിവിടെ ഇത് നമ്മുടെ ക്രോസ് പീസ് തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ക്രോസ് പീസിനെ ഇതേപോലെ ഒന്ന് തിരിച്ചെങ്ങനെ എടുക്കണം. അപ്പം കണ്ടോ നമ്മുടെ സ്ട്രിപ്പ് ഇതിനകത്തോട്ട് ഇരിക്കുന്നതുണ്ടോ. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്ട്രിപ്പൊക്കെ നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്നും കൂടെ മടക്കുക. എന്നിട്ട് സൈഡ് വഴി അങ്ങ് തയ്ച്ചു കൊടുക്കുക. നമ്മൾ ക്രോസ് പീസും മടക്കി എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് പീസും ഫ്രണ്ട് പീസും ജോയിൻ ചെയ്തെടുക്കാം. ഇനി ബോട്ടം ഭാഗം ഇതേപോലെ കർവ് ചെയ്ത് വരുന്ന ഭാഗം 2 പീസും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ രീതിയിൽ കിട്ടും. ഇനി നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അതിനെ നടുക്കാക്കിയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതുണ്ട് നമുക്ക് നടുക്ക് ഇങ്ങനെ ഒരു കർവ് ഷേപ്പിലൊരിത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് അടുത്തായിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാം. അതിൻ്റെ തയ്യലെല്ലാം കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ പ്ലീറ്റ് കൊടുക്കാം. അങ്ങനെ പ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ഒരു പടി പോലെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ 2.5 ഇഞ്ച് വീതിയിൽ ഇത് കട്ട് ചെയ്തില്ലായിരുന്നോ ഒരു പീസ്. ആ പീസ് എടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ നോക്കണം ഈ കറക്റ്റ് റൗണ്ട് എങ്ങനെയാണ് വരുന്നതെന്ന്. അവിടെ വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടിങ്ങനെ അപ്പോൾ നമുക്കിങ്ങനെ റൗണ്ടിൽ കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ തയ്യൽ തുമ്പ് വരുന്ന ഭാഗങ്ങൾ അതുണ്ടോ നേരെ വെക്കുക. എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം മോശം വശത്താണ് ഈ ഒരു പടിയുടെ നല്ല ഭാഗം ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്നും കൂടെ മടക്കി
കറക്റ്റായിട്ട് ആ തയ്യൽ നമ്മൾ ആദ്യം ഒരു തയ്യൽ തുമ്പും ഒക്കെ താഴ്വശത്ത് നേരം വരും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ഇതേപോലെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ടും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല വശത്തേക്കാണ് കേട്ടോ ഇത് ഞാൻ മടക്കി ഇങ്ങനെ വെച്ചേക്കുന്നത്. കാണുമ്പോൾ അറിയാമല്ലോ, നല്ല വശത്തേക്കാണ് മടക്കി വെച്ചേക്കുന്നത്. അപ്പം കണ്ടോ, ഇതേപോലെ രണ്ട് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ യോക്കിൻ്റെ പീസ് ഇതുണ്ട്, കറക്റ്റ് നടുക്ക് ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നടുക്ക് ഭാഗം മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ബോട്ടം ഭാഗം ഇതേപോലെ ഇതിനകത്തേക്ക് വെച്ചിട്ട് നല്ല വശവും ജോയിൻ ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ആ യോക്കിൻ്റെ നടുക്ക് ഭാഗത്ത് ബോട്ടത്തിൻ്റെ നടുക്ക് ഭാഗം തന്നെ വരണം. അത് നമുക്ക് അറിയാമല്ലോ, ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം. എന്നിട്ട് ഇതേപോലെ നമുക്ക് എലാസ്റ്റിക് ഒന്ന് തയ്ച്ചെടുക്കാം, റൗണ്ടിൽ തയ്ച്ചെടുക്കാം. 20 ഇഞ്ച് നീളത്തിലാട്ടോ ഞാൻ ഈ എലാസ്റ്റിക് കട്ട് ചെയ്തത്. എന്നിട്ട് ഇതേപോലെ വെക്കുക. നമ്മുടെ ഈ ഒരു ജംസ്യൂട്ടിൻ്റെ മോശം ഭാഗത്ത്, നല്ല വശത്തല്ല, അതിൻ്റെ അകവശത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് എലാസ്റ്റിക് വലിച്ചു പിടിക്കണം. വലിച്ചു പിടിച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതോടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജംസ്യൂട്ട് കംപ്ലീറ്റ് ആകും. അപ്പോൾ നമ്മുടെ കുട്ടീസിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.